നൂറ്റാണ്ടുകൾ നീണ്ട തസ്കര പരമ്പരയിലെ കണ്ണികളാണ് ഇപ്പോൾ രാംജി നഗറിലുള്ളത്. ബ്രിട്ടീഷുകാരെ കൊള്ളയടിച്ച പൂർവികർ. ബ്രിട്ടീഷുകാരുടെ പണപ്പെട്ടികൾ ട്രെയിനിൽ നിന്ന് കൊള്ളയടിച്ചാണ് തുടക്കം. അങ്ങനെ കവർച്ച കുലത്തൊഴിലായി. രാംജി നഗർ തിരുട്ട് ഗ്രാമത്തിന് തനത് ശൈലിയുണ്ട്. ട്രിച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. മൂന്ന് മാസം മുതൽ 6 മാസം വരെ നീളുന്ന മോഷണയാത്രയാണ് ഇവരുടേത്. അതിനിടയിൽ ഇവർ എവിടെയും തങ്ങിയേക്കാം. തക്കം കിട്ടുന്ന സ്ഥലം നോക്കി കവർച്ച നടത്തുന്നതാണ് രീതി. തമിഴ്നാട്ടിൽ കൊള്ള നടത്തുന്നത് അപൂർവമായി മാത്രം. കേരളത്തിലും കർണാടകത്തിലും തുടർച്ചയായി എത്താറില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇഷ്ടം. மாதத்துக்கு 4 ஸ்டேட் போலீஸ் வந்துக்கிட்டு இருந்தது. கண்டிப்பாக வரும். 10 லட்சம் போச்சு, 1 கோடி போச்சு, 1.5 கோடியாக போச்சு. പത്തും 15ഉം പേരടങ്ങുന്ന കുറുവാ സംഘങ്ങളായിട്ടാണ് ഇവരുടെ യാത്ര. തൃച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി കേരളം മുതൽ ഡൽഹി വരെ ഏത് സംസ്ഥാനത്തും ഇവർ ചെന്നെത്തും. തലവൻ ക്യാപ്റ്റൻ എന്നറിയപ്പെടും. കൊള്ളയടിക്കാനുള്ള സ്ഥലത്തെത്തിയാൽ പറ്റിയ സമയം ലഭിക്കും വരെ കാത്തിരിക്കും. ഏതു ഭാഷയും അനായാസേന കൈകാര്യം ചെയ്യും. മോഷണം നടത്താൻ പല രൂപത്തിലാണ് ഇവരെത്തുന്ന സ്ഥലത്ത് അവതരിക്കുന്നത്. ആക്രി കച്ചവടക്കാരനായിട്ട് എത്താം, കമ്പിളിപ്പുതപ്പ് കച്ചവടക്കാരനായിട്ടും പാത്രക്കച്ചവടക്കാരനായിട്ടും ഇവരെത്തുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ രാംജി നഗർ ഗ്യാങ് നടത്തിയ മോഷണങ്ങളുടെ യഥാർത്ഥ ദൃശ്യങ്ങളാണിത്. പോലീസ് ശേഖരിച്ച പല കാലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ. അനന്തേട്ടാ, കൺകെട്ട് വിദ്യയും തട്ടിപ്പും കാട്ടി പണം കവർന്നെടുക്കുകയാണ് ഇവർ ചെയ്യാറ്. അഹിംസ കൊള്ളക്കാരെന്നാണ് തിരുച്ചിറപ്പള്ളി രാംജി നഗറിലെ തസ്കര വീരന്മാർ അറിയപ്പെടുന്നത്. കാരണം അവർ ഒരായുധവും മോഷണത്തിനായി കൊണ്ടുപോകില്ല. അവർ പറയുന്നത് അവർ ഒരു വീടും കുത്തി തുറന്നകത്ത് കയറില്ല എന്നുള്ളതാണ്. അവർ ബാങ്കുകളിൽ നിന്ന് പണമായിട്ട് വരുന്നവരെയും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പണമായിട്ട് വരുന്നവരെയൊക്കെ ലക്ഷ്യമിടുന്നുവെന്നാണ് അവരുടെ ശൈലിയെപ്പറ്റി അവർ പറയുന്നത്. ഒരു രക്തം പോലും ചിന്താതെ നടത്തുന്ന മോഷണം എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകതയായി ഇവിടുത്തെ പോലീസും പറയുന്നത്. മോഷണം കഴിഞ്ഞാൽ ഉടൻ സംഘം പിരിയും. മോഷണം മുതൽ പണമെങ്കിൽ നേരിട്ട് ട്രിച്ചിയിലെത്തിക്കും. കവർച്ച ചെയ്ത് കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് മണി ഓർഡറായിട്ട് നാട്ടിലേക്ക് അയക്കുമായിരുന്നു. വലിയൊരു പങ്ക് ചെലവഴിക്കുന്നത് അടുത്ത മോഷണത്തിനായുള്ള തയ്യാറെടുപ്പിനാണ്. സ്വർണം പല കൈകൾ മറിഞ്ഞ് ട്രിച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിക്കും. 6 മാസം കഴിഞ്ഞു മാത്രമേ ഈ സ്വർണം പുറത്തെടുത്ത് വിറ്റ് പണമാക്കുകയുള്ളൂ. അതിനിടയിൽ കൊള്ള നടന്ന സ്ഥലത്തെ പോലീസ് അന്വേഷിച്ചെത്തിയാൽ സ്വർണത്തിൽ ഒരു പങ്കെടുത്ത് ബാക്കി പോലീസിന് കൈമാറും. പ്രതികളെയും നൽകും. മോഷണ സമയത്ത് സംഘാംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഇവർക്ക് പ്രത്യേക അംഗവിക്ഷേപങ്ങളും കോഡുകളുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ചൂണ്ടുവരലല്ല ഉപയോഗിക്കുക, ഈ കൈമുട്ടാണ്. இவங்க போகிற இந்த காரியத்துக்கு போகிறதுக்கு பேர் வல்லடை. வல்லடைக்கு போகிறோம் அப்படின்னா அது யாருக்கும், அதாவது மற்றவங்களுக்கு புரியாத வார்த்தைகளில் தங்களுடைய தகவல் பரிமாற்றத்தை வச்சுக்கணுங்கிறனால வல்லடைக்கு போகிறோம் அப்படின்னு சொல்லி கிளம்புவாங்க. തിരുട്ട് ഗ്രാമത്തിലെ വീടുകളിലുള്ള ടെറസുകളിലാകും പുരുഷന്മാർ ഉറങ്ങുന്നത്. വീടുകൾക്ക് 2 കോണികളും ഉണ്ടാകും. டெல்லியிலிருந்து ராம்ஜி நகரை தேடி அவங்க வந்தாலும் உள்ளூர் போலீஸை நம்பி தகவல் சொல்ல முடியாது. அதுக்கு உள்ளூர் போலீஸ் ஒருவேளை இவங்களோட துணையாக இருப்பாங்களோ, தே மே பி ஹேண்ட் இன் க்ளவ் வித் திஸ் பீப்புள் அப்படிங்கிற மாதிரியான ஒரு சிந்தனையில் உள்ளூர் போலீஸுக்கு தகவல் சொல்லாமல் சமயத்தில் போயிடுவாங்க. போய் ஊருக்குள்ளே போயிட்டாங்கன்னா அந்த ஊரில் இருக்கக்கூடிய ஆண்கள் வந்து உடனே எஸ்கேப் ஆயிடுவாங்க. பெண்கள் எல்லாரும் ஒன்றா சேர்ந்து இந்த போலீஸை ஓட ஓட விரட்டி அடிப்பாங்க. അങ്ങനെ ഇന്ത്യയൊട്ടാകെ പ്രശസ്തി ആർജിച്ച കുപ്രസിദ്ധമായ തിരുട്ടുഗ്രാമം രാംജി നഗറിൽ നിന്ന് മാതൃഭൂമി സംഘം ഇപ്പോൾ യാത്രയാവുകയാണ്. ഹരികൃഷ്ണയ്ക്കും
ബിജു സൂര്യയ്ക്കും നെല്ലൈ മുരുകനുമൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.